ഇനി ഹൈഫൈവിൽ ഒരു കായിക വിശേഷമാണ്. ബംഗ്ലാദേശ് വനിതാ ടീം മുൻ ക്യാപ്റ്റൻ ജഹനാര ആലത്തിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. 2022 വനിതാ ലോകകപ്പിനിടയിൽ മഞ്ജുറുൽ ഇസ്ലാം ഉൾപ്പെടെയുള്ള താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നായിരുന്നു ജഹനാരയുടെ ആരോപണം. മുൻ ബംഗ്ലാദേശ് താരവും സെലക്ടറുമായിരുന്ന മഞ്ജുറുൽ ഇസ്ലാം ഉൾപ്പെടെ മാനേജ്മെന്റിലെ അംഗങ്ങൾക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായി ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ ജഹാനാര ആലം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദക്ഷിണാഫ്രിക്കയിൽ 2022 വനിതാ ലോകകപ്പിനിടെ ടീം മാനേജ്മെന്റിലെ പലരിൽ നിന്നും മോശം സമീപനം നേരിട്ടുവെന്നായിരുന്നു ജഹാനാരയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ താരം മാനസികാരോഗ്യം മുൻനിർത്തി ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുന്ന സമയത്ത് ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. വനിതാ കമ്മിറ്റി മേധാവി നാദിൽ ചൗധരിക്ക് പോലും തങ്ങൾ നേരിടുന്ന ലൈംഗിക ചൂഷണം തടയാൻ സാധിച്ചില്ലെന്നും ജഹാനാര പറഞ്ഞു. ബിസിബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് നിസാമുദ്ദീൻ ചൗധരി തന്റെ പരാതികൾ പലതവണ അവഗണിച്ചുവെന്നും താരം ആരോപിച്ചു. ജഹാനാരയുടെ കരിയറിൽ മഞ്ജുറുൽ ഇസ്ലാം തടസ്സമായി മാറിയെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ബിസിബിയിലെ മറ്റുദ്യോഗസ്ഥരുടെ പേരുകളും ജഹാനാര പരാമർശിച്ചിട്ടുണ്ട്. ജഹാനാരയുടെ വെളിപ്പെടുത്തലുകൾ വലിയ കോളിളക്കമാണ് ബംഗ്ലാദേശിൽ സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ ആരോപണത്തിൽ ബിസിബി അന്വേഷണത്തിന് കമ്മിറ്റിയെ നിയമിച്ചത്. 15 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ കമ്മിറ്റി അന്വേഷണ കണ്ടെത്തലുകൾ സമർപ്പിക്കുമെന്നും ബിസിബി അറിയിച്ചു. സുരക്ഷിതവും മാന്യവും പ്രൊഫഷണൽ അന്തരീക്ഷവും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ബോർഡിനുണ്ടെന്നും താരത്തിന്റെ ആരോപണങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെന്നും ബിസിബി വൈസ് പ്രസിഡന്റ് ഷഖാവത്ത് ഹുസൈൻ പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജഹാനാര പറഞ്ഞതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നും മഞ്ജുറുൽ ഇസ്ലാം പ്രതികരിച്ചു. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.